ഹായ് ഫ്രണ്ട്സ്, നമ്മളെ സ്മാർട്ട് വാച്ച് ഇപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡിസ്പ്ലേന് ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മളത് റീപ്ലേസ്മെൻറ്റ് അയച്ചതാണ്. എനിക്കിപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസ്പ്ലേന് ഒരു ഇഷ്യൂ വന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. വാച്ച് തന്നെയല്ലേ അല്ലെങ്കിൽ വേറെ ഒന്ന് കാണാൻ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ബോക്സ് തുറക്കുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഡിസ്പ്ലേന് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് തിരിച്ച് റെസ്പോണ്ട് വന്നതെന്ന് വെച്ചാൽ ഒരു മെയിലാണ് വന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊഡക്റ്റ് 4-5 ദിവസത്തിനുള്ളിൽ പിക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നത്. പക്ഷേങ്കിൽ ഇവർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് തന്നെ. ഒരുപാട് ദിവസത്തെ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൊടുത്തതിന് ഇപ്പോൾ കിട്ടാണ്ടാവുമെന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതങ്ങ് കൊടുത്തു. പിന്നത്തെ പ്രോസസ്സെല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. നമുക്ക് ഈ ഒരു സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡെലിവറി മൊത്തം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എവിടെ എത്തി, ഇപ്പോൾ സ്റ്റാറ്റസ് എന്നാലെല്ലാം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ അവർ തന്നൊരു നോട്ടിഫിക്കേഷനാണ്. അതിൻ്റെ അകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് അതിൻ്റെ മൊത്തം ഇൻഫർമേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ ആ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിരുന്നു പ്രോസസ്സെല്ലാം. അപ്പോൾ നമുക്കിപ്പോൾ റിട്ടേൺ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വാച്ച് തന്നെ ആണോ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ബോക്സ് ഒന്നും വരുന്നില്ല. വാച്ച് വാങ്ങുമ്പോഴുള്ള ബോക്സൊന്നും നമുക്ക് കിട്ടിയില്ല. റിട്ടേൺ ആയതുകൊണ്ട് ഈ ഒരു കവറിൽ തന്നെയാണ് പാക്കേജ് ഇപ്പോൾ തന്നിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഈ കവറിനകത്തുള്ളേ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് റിട്ടേൺ വന്നൊരു ബില്ലും ഉണ്ട്, ഇങ്ങനെ ആ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ വാച്ച് നമ്മളെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ട്. വാച്ച് തന്നെയാണ് വന്നത്, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ വന്ന വാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ വാച്ചല്ല വന്നത്, ഇത് പുതിയൊരു വാച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന സമയത്ത് ഞാൻ ചാർജർ ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. ചാർജർ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയിരുന്നു. പക്ഷേങ്കിൽ ഇവർ റിട്ടേൺ അയച്ച സമയത്ത് ചാർജറും എനിക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് തന്നത്. പക്ഷേ അത് മാത്രമല്ല, ഇവരുടെ സബ്സ്ക്രിപ്ഷൻ കാർഡുകളും 3 സബ്സ്ക്രിപ്ഷൻ കാർഡുകളും ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് തന്നു. അതൊന്നും നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് സമയത്ത് തരേണ്ട ആവശ്യം ഇവർക്കില്ല. അപ്പോൾ അത്രയും നല്ലൊരു സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വാച്ച് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സർവീസ് നമ്മൾ ഡൗട്ട് ചെയ്തതുപോലെയല്ല, അത്യാവശ്യം നല്ല സർവീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനി തന്നെയാണ് ഫയർബോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻസിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.